എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ എൻട്രി ചെയ്തിട്ടുള്ളത് ജോർജിയയിലാണ്. ഇന്ന് എന്റെ ജോർജിയയിലെ ഫസ്റ്റ് ഡേ ആണ്. കാണുന്നതാണ് ബോർഡർ. ഇവിടെ എത്തിയപ്പോ തന്നെ ലാൻഡ്സ്കേപ്പ് മൊത്തത്തിലൊക്കെ ഒരു ചേഞ്ച് തോന്നുന്നുണ്ട്. ലാൻഡ്സ്കേപ്പ് അല്ല, ഇവിടുത്തെ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ആദ്യം കയറിയപ്പോ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പള്ളിയെല്ലാം കാണുന്നത്. ഇത്രയും ദിവസം മോസ്ക് അല്ലേ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ മോസ്ക് എല്ലാം മാറിയിട്ട് മൊത്തം ആ സ്ഥാനത്ത് മൊത്തം പള്ളിയായിരിക്കും വരിക കേട്ടോ. ആൾക്കാരൊക്കെ ചിരിച്ചിട്ട് പോകുന്നു. നോക്ക്, ഒരു പള്ളി എന്താ പഴയ ഒരു കൊട്ടാരം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ളൊരു ചേർച്ചാണല്ലോ കാണുന്നത്. ഇനി ഞാൻ ഇവിടുന്ന് ഹിച്ചാക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് മൗണ്ടെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്കാണ് പോകുന്നത്. സിറ്റിയിലേക്കൊക്കെ ഞാൻ ഇപ്പോൾ പോകുന്നില്ല, പിന്നീടാണ് പോകുന്നുള്ളൂ. കാരണം എന്തായാലും ആദ്യം ഇവിടെ മൗണ്ടെയിൻസ് ഒക്കെ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. അങ്ങനെ ജോർജിയയിൽ എനിക്ക് ആദ്യത്തെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. This is the first vehicle in Georgia. എനിക്ക് തോന്നുന്നു ജോർജിയയിലെ ആൾക്കാർ കുറച്ചും കൂടി ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇതെല്ലാം ടർക്കിയിലേക്ക് പോകാനുള്ള ട്രക്കുകളാണ് ഈ കാണുന്നത്. ഈ സൈഡ് മൊത്തം കല്ല് വീഴാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റ് പോലെ കിട്ടുന്നുണ്ടോ. കാരണം ഇവിടെ ഫുള്ള് മലയാ, മല കട്ട് ചെയ്തിട്ടുള്ള റോഡാ. ബസ്സൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി ബസ്സെല്ലാം. ഇവിടെ അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരും അടിപൊളിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എന്തായാലും അറിയില്ല, പോയോക്കാം. അപ്പുറത്തെ സൈഡ് കാണുന്നത് ഫുള്ള് ബ്ലാക്ക് സീ ആണ്. ഫസ്റ്റ് വരുന്നത് ബത്തൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ആണ്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ നേരെ പോകാനുണ്ട്, കുറേ ദൂരം പോകാനുണ്ട്. ഈ വണ്ടിയിൽ കയറിയിട്ട് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആള് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാനങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ആള് നല്ല ആളാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് അമ്മേനെ വിളിച്ച് സിസ്റ്ററിനെയൊക്കെ വിളിച്ച് അങ്ങനെ സംസാരിച്ച് ഇപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഞാനിത് ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആളുടെ സിസ്റ്ററിന്റെ വീടാണോ അതോ സ്വന്തം വീടാണോ അല്ല. ആദ്യം എന്തോ സിസ്റ്ററിന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞത്. അയ്യോ ക്യൂട്ടായിട്ടുള്ള വെച്ച് ഹായ്. ഷൂ ഇരട്ടെ. ഈ ഷൂ ഭയങ്കര ടാസ്ക്. എന്റെ പുതിയ ഷൂവാ, പുതിയ ട്രക്കിംഗ്. ഓക്കെ, താങ്ക് യു. ആ, തുർക്കിയിലെല്ലാരും അങ്ങനെ. ഓക്കെ, അരുണീമ. ഓക്കെ, ആള് വിളിച്ചു പറഞ്ഞിട്ടാവുന്നു ഫ്രൂട്ട്സ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഇതൊക്കെ ചെറിയ ക്യൂട്ട് വെച്ച്. ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇവിടെ ആക്കിയിട്ട് പോയതാട്ടോ എൻ്റെ ആള്. എനിക്കൊന്ന് തിരിച്ചു വന്നിട്ട് എൻ്റെ അമ്മ ഉള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. ഹായ്, എന്ത് രസാ കാണാൻ, എന്ത് ക്യൂട്ടാ, അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. കം ഓ അച്ചോ, അടിപൊളി, സോ ക്യൂട്ട്. എന്ത് രസാ നോക്ക്. കൊച്ചിനെ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്, അത്രക്ക് രസമുണ്ട് കേട്ടോ. ഓ, അത് നല്ല ഫ്രണ്ട്ലി. ഒരു പരിചയമില്ലാത്തടത്തേക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നേ. എന്ത് രസാ. ഇത് ആ പുള്ളിക്കാരന്റെ സിസ്റ്ററോ ആരോ ആണ്. സിസ്റ്ററോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്ക് സിസ്റ്റർ അല്ല, സിസ്റ്ററിന്റെ മോളെങ്ങാണ്ടാണ്. പുള്ളിക്കാരിന്റെ മോളാണിത്. ഇത് നോക്ക്, എന്ത് രസാ ചെറുതിനെല്ലാം കാണാനായിട്ട്. ഭയങ്കര ക്യൂട്ടാണ്. ഇവരുടെ കണ്ണെല്ലാം ഭയങ്കര രസാ. ഐസ് ബ്യൂട്ടിഫുൾ. എവ്രിവൺ ഐസ് ബ്യൂട്ടിഫുൾ. നല്ല രസാ. തുർക്കിയിലുള്ള ആൾക്കാരുടെ അതേ രസാണ്. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേക രസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ക്യൂട്ട്. ഹായ്, അതെ ഹായ്. ഇംഗ്ലീഷ് കുറച്ച് സംസാരിക്കുന്ന പറയുന്നത്. ഇംഗ്ലീഷ് അയ്യോ, എനിക്കിതിനങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാട്ട്സ് യുവർ നെയിം? ലൂണ. വാട്ട്? ലൂണ. അയ്യാ, എനിക്ക് കോഫി വേണ്ട ഞാൻ പറഞ്ഞ കേട്ടോ. പക്ഷെ അവര് പറഞ്ഞു ജോർജിയ കോഫിയാണ്, ജോർജിയയിലെ കോഫിയാണ്, അത് കുടിക്കണം പറഞ്ഞിട്ടാണ്. ഞാൻ കോഫി അങ്ങനെ കുടിക്കലില്ല. പക്ഷെ ജോർജിയയിലെ സ്പെഷ്യൽ കോഫിയാന്ന് പറഞ്ഞതാക്കുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യാ. രാവിലെ ഷവർമ റോള് കഴിച്ചപ്പോ വൈകുന്നേരമായി. ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് വിശക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഷോൾഡർ ഭയങ്കര വേദന, അത് ഏറ്റി നടന്നിട്ട്. ഓ, ഡിഫറെന്റ്. ഇതൊക്കെ ആദ്യം ഗ്ലാസ്സിൽ പൊടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചൂടാക്കാൻ, അതിങ്ങനെ ചൂടാക്കാൻ വെച്ചേക്കാണ്. അങ്ങനെ കോഫി ഉണ്ടാക്കുന്നത്.
ഇത്രയും ദിവസം ഇവിടെ തണുപ്പായിരുന്നു. ഇപ്പൊ എന്താ അറിയില്ല, എനിക്ക് തോന്നുന്നു പകൽ സമയത്താണെന്ന്. ഇപ്പൊ നല്ല ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജാക്കറ്റ് എന്തൊക്കെ ഊരിയിട്ടിട്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഹായ്. ചൂട് ചൂട് കോൾഡ് തണുപ്പ് ചൂട് cold chiva തണുപ്പ് ചിവ ഗുഡ്. അപ്പോൾ ഈ പുള്ളിക്കാരി മസാജ് എല്ലാം ചെയ്യും, എന്താ പറയാ, ഒരു ഫിസിയോതെറാപ്പി അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആള് അത് ചെയ്യാൻ വേണ്ടി വന്നാണ്. അവിടെ കണ്ടോ, അവിടെ ആ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ബോഡി യെസ് മസാജ് ഗുഡ് മസാജ് യാ. അപ്പോൾ ആള് കോഫിയൊക്കെ കുടിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാൻ പോകും. എനിക്ക് തോന്നുന്നു ബേബി ഉറങ്ങിയെന്ന്. ആ പെങ്കൊച്ച എവിടെ പോയിന്ന് കണ്ടില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മീൻ ക്ലീൻ ചെയ്തിട്ട് അവരെനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ചിക്കൻ വേണോ മീൻ വേണോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ മീൻ മതി എന്ന് പറഞ്ഞ്. ഈ കാണുന്നത് ജോർജിയയിൽ എന്തോ ഒരു സ്വീറ്റാന്നാണ് പറഞ്ഞത്. കഴിക്കാൻ പറയുന്നത് നല്ല കട്ടിയാണ് കേട്ടോ. ലൈക്ക് ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഞാൻ കഴിച്ചോട്ടെ എങ്ങനെയുണ്ട് ഇത്. ഗുഡ്. ഇത് പുറത്ത് ഫുള്ള് ഷുഗർ, ഉള്ളില് നമ്മളെ കപ്പ് കേക്ക് ഇല്ലേ, കപ്പ് കേക്കിന്റെ ഉള്ളിലുള്ള പോലെ കാണുമ്പോ അങ്ങനെയല്ല, പക്ഷെ അതുപോലെ ബിസ്ക്കറ്റും കപ്പ് കേക്കും മിക്സ്. അതിന്റെ ഉള്ളിൽ വേറെ എന്തോ സാധനമൊക്കെ ഉണ്ട്. നോക്ക്, ഓറഞ്ച് കളറില് എന്തൊക്കെയോ തരുന്നുണ്ട് കേട്ടോ. എന്ത് സ്നേഹ. ഇത് മറ്റേ ക്രോസനാണെന്ന് തോന്നുന്നു. ക്രോസൻ, ചെറിയ ചെറിയ ക്രോസൻസ്. അത് വേറെന്തോ ബിസ്ക്കറ്റ്, കൊറേ ഐറ്റംസ് ഉണ്ട്. അടിപൊളി. ആ പുള്ളിക്കാരൻ ഒന്നും ചോദിക്കാണ്ട് ഞാൻ ആക്ച്വലി ലൊക്കേഷൻ ഇട്ടത് ഒരു 6 മണിക്കൂർ അപ്പുറം, 250 കിലോമീറ്റർ അപ്പുറം ഉള്ളൊരു സ്ഥലത്താണ്, മൗണ്ടൈൻസിൽ. കാരണം ഇത് ചെറിയ രാജ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാക്സിമം 400 കിലോമീറ്റർ ഒക്കെ വരുള്ളൂ. അപ്പൊ അത് മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ സ്മോക്ക് ചെയ്യും. ഞാൻ സ്മോക്ക് ചെയ്യില്ല. ആ വണ്ടി കയറിപ്പോ ആളും എനിക്ക് സ്മോക്ക് ചെയ്യാൻ. എന്താ അടിപൊളി ആൾക്കാരല്ലേ. എന്തായാലും ഫസ്റ്റ് ഡേ അടിപൊളിയായി. കഴിച്ചോട്ടോ ഒരെണ്ണം. എനിക്ക് ഇവൻ ഒരുപാട് വിശക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കണ്ടപ്പോ ഒരു കൊതി, മധുരമെല്ലാം കഴിക്കാനുള്ള കൊതി, അത്രേ ഉള്ളൂ. ഈ കാണുന്ന ബൊക്കെ ഉണ്ടല്ലോ, അത് പുള്ളിക്കാരി കൈ വെച്ചിട്ടുണ്ടെങ്കിൽ യു മേഡ് യു ഓക്കെ നൈസ് ബ്യൂട്ടിഫുൾ. നോക്ക്, പൂക്കളെല്ലാം എങ്ങനെ ആക്കി വെച്ചത്. എന്ത് വെച്ചുണ്ടാക്കിയത്, കൈ വെച്ചുണ്ടാക്കിയെന്നാണ് എനിക്ക് ട്രാൻസ്ലേറ്റിൽ കാണിച്ചത് കേട്ടോ. പുള്ളിക്കാരൻ്റെ കണ്ണ് കാണാൻ എന്ത് രസാ. ഇത് ബൊമ്മെല്ലാം വെച്ചിട്ട് ഇതൊക്കെ വെച്ച് നൈസാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വിൽക്കാൻ പറ്റുമല്ലോ, ഇങ്ങനെ വിറ്റിട്ട് നല്ല പൈസയാക്കാലോ. ഇതെന്തോ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ട്. ഓക്കെ യു ഓക്കെ. ഓ, ഇത് തന്നെ പുള്ളിക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുൾ അത് തന്നെയാണ്, അതെനിക്ക് കാണിച്ചു തരുന്നത്. അടിപൊളി. ഇപ്പം എല്ലാം ഇങ്ങനത്തെ ബൊക്കെക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നൊക്കെ അടിപൊളി. ബ്യൂട്ടിഫുൾ, നൈസ്, ഐ ലൈക്ക് ഇറ്റ്. അടിപൊളി. എന്തായാലും ഞാൻ ഇവിടൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. അവരെനിക്ക് വേണ്ടി ഇതേ ഫിഷ് എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇവളും ഞാനും കൊച്ചും കൂടിയാണ് പോകുന്നത്. ഞാൻ ചോദിക്കാം കൊച്ചിനെ എടുക്കണോന്ന്. അപ്പോൾ പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ലാന്നല്ലേ, ആ നമുക്ക് പ്രശ്നമില്ലാന്ന്. 6 മാസമായിട്ടുള്ളൂ. ഇന്നൊക്കെ കറക്റ്റ് 6 months. ഇന്നൊക്കെ കറക്റ്റ് 6 മാസമായതെന്ന് പറഞ്ഞ്. ജസ്റ്റ് ഇതിങ്ങനെ ഒരു ചെറിയൊരു വില്ലേജാണ്. ബത്തൂമി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ലൈക്ക് ടൗണല്ല, ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട്. എനിക്കൊന്ന്, അതായത് പുള്ളിക്കാരിയുടെ അങ്കിള്, അതായത് ഇവളുടെ അമ്മയുടെ ബ്രദർ, ആളാണ് എന്നെ ഇങ്ങോട്ട് ആക്കിയത്. ആളുടെ വീട് കുറച്ചും കൂടെ അപ്പുറയാന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വില്ലേജ്, കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സ്ഥലത്താണെന്ന് തോന്നുന്നുണ്ട്. ഹായ്, എന്ത് രസമാണ് ഇവിടുത്തെ പിള്ളേരെ കാണാനെന്നറിയോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു തുർക്കിനെക്കാട്ടിലും രസം ഇവിടുത്തെ പിള്ളേരെ കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്.
പിന്നെ ഇവരിലെ എല്ലാ വീടിൻ്റെ മുന്നിലും ഫ്ലാഗും അതിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ടാവും. ഹായ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിള്ളേരൊക്കെ ഒരു പേടിയില്ലാണ്ട് സംസാരിക്കുന്നത്. എങ്ങോട്ടാണ് അവള് പോകുന്നത്? ഞാൻ ഇവിടെ ചുമ്മാ ഇറങ്ങിയത്. അവളിങ്ങനെ നടന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചില്ലേ, പഴയ ബെൻസ് കാറുകൾ, ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. മെർസിഡീസിൻ്റെ വണ്ടികൾ തന്നെ ഒരുപാട് കാണാൻ പറ്റുന്നത്. ഈ വാനൊക്കെ കണ്ടോ, അതൊക്കെ മെർസിഡീസിൻ്റെ ആണ്. അതുപോലെ കൂടുതൽ അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ രാജ്യം മാറിയപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് കൂടുതൽ. തുർക്കിയിലുണ്ടായിരുന്ന സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരുന്നു കൂടുതൽ. അപ്പോൾ അവിടെ എല്ലാവരും, ചില ആൾക്കാർ ഷോളിടും, ചില ആൾക്കാർ ഷോളിടില്ല അങ്ങനെ. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഷോളൊന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ ഫേസ് എല്ലാം ഫുള്ളായിട്ട് കാണാൻ പറ്റും. മേ ബി എനിക്ക് അതുകൊണ്ടായിരിക്കും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നത്. അവിടെ കംപ്ലീറ്റ് കവർ ചെയ്യില്ലല്ലോ, ലൈക്ക് ജസ്റ്റ് ഫേസ് എല്ലാം കവർ ചെയ്ത് നമുക്ക് എല്ലാവരുടെയും ഫുള്ളായിട്ട് കാണാൻ പറ്റൂല. ഇവിടെ എല്ലാവരെയും മുഖമെല്ലാം നേരെ കാണുന്നുണ്ട്, മുടി അങ്ങനെയെല്ലാം കാണുന്നുണ്ട്. അവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ലൈക്ക് സാധാരണ ഉള്ളൊരു മുസ്ലിം രാജ്യം പോലെ അല്ല ടർക്കി എന്ന് പറയുന്നത്. അവിടെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഷോളൊന്നും അങ്ങനെ ഒരുപാട് പേര് ഇടുന്നില്ല. പക്ഷെ എന്നാലും പഴയ ആൾക്കാരും കുറേ ആളുകളൊക്കെ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരെയും ക്ലിയർ ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും കാണാൻ. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെയാണ് ഇവിടെ കൂടുതൽ ബ്യൂട്ടിഫുൾ എന്ന് ആൺകുട്ടികളെക്കാൾ. അവിടെ ആൺകുട്ടികൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായി തോന്നി എനിക്ക്. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് അവിടെ പൂച്ചയെ കാണുന്ന പോലെ ഇവിടെ കുറേ ഡോഗ്സിനെയാണ് കാണുന്നത്. അവിടെ കുറവാണ് ഡോഗ്സ്. പൂച്ചകൾ മുക്കിന് മൂലയിലുണ്ട്. ഇവിടെ മുക്കിന് മൂലയിൽ ഡോഗ്സ് ഉണ്ട്. എൻ്റെ അമ്മോ, ഓരോ സൈസ് ഡോഗ്സ് നോക്ക്. ഓരോ ഡോഗിനെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സീന്. അയ്യോ, പേടിപ്പിക്കാനായിട്ട് ഞാൻ അത് കുറച്ചപ്പോൾ വേറെ ഡോഗ് വന്ന് ഒന്നുമില്ല പൊക്കോ, എനിക്ക് വയ്യാ കടിയിട്ടേ, അവിടുന്ന് ഇവിടുന്നൊക്കെ കൊരിക്കുന്നുണ്ട് നോക്കിയിട്ട് പോടുന്നിട്ട്. പൂച്ചയാണെങ്കിൽ സേഫാ. പുറകെ വന്നിട്ട് ആളെ പേടിപ്പിക്കണം. പട്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും. പൂച്ചയാണെങ്കിൽ പ്രശ്നമല്ല, മാക്സിമം പോയൊരു മാന്തി കിട്ടും. പട്ടി അങ്ങനെയല്ല. അതാണ് ഇവിടെ നമുക്ക് ചെറിയ വീടുകളാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ മുന്തിരി മെയിനാണ്. എല്ലാവിടെയും മുന്തിരി കാണാം. അവിടെ ടർക്കിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ മെയിനാണ്. ഇവിടെ പിന്നെന്താ, മുന്തിരിൻ്റെ വൈനും മുന്തിരിൻ്റെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഏതൊരു ടൈമിൽ, ഏത് ടൈമാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരിയുടെ ഫാദറാണേ. ഞാൻ നോക്കിയപ്പോണ്ട് വഴിയിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ വന്നപ്പോൾ തന്നെ കൊച്ചിങ്ങനെ തുള്ളിച്ചാടിയിട്ട് മേത്തേക്കൊക്കെ ചാടുന്നു. അപ്പല്ലേ മനസ്സിലായത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഫാദറാണ് എന്ന്. അവർ 2 മക്കളാണ്. പുള്ളിക്കാരിക്ക് 17 വയസ്സും ആ ബേബിക്ക് 6 മാസവും. 17 വർഷം ഡിഫറൻസ് ആണ് 2 മക്കളിൽ. പോവാണോ? എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ വേറെ താമസിക്കുന്നത്. കാരണം ഇടയ്ക്ക് വെച്ച് വഴിയിൽ നിന്ന് വന്നു, ഇപ്പോൾ ഇതാ തിരിച്ചു വേറെ പോവാണ്. നോക്ക്, ഇവിടെ ഉണ്ടോ ഇങ്ങനെ ആ ഫ്ലാഗിൻ്റെ ഇത് കാണുന്നു. ഇവിടെ ആരാ ബോക്സിങ്ങോ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഹായ്, അങ്ങോട്ട് പോയോട്ടെ. ടീംസ് ഉണ്ടല്ലോ, പിള്ളേരെ സെറ്റ്. ഹായ്, English? Yes. Playing. Okay. ഉണ്ടോ എന്ത് രസം ഓരോരുത്തരെ കാണാന്, കുഞ്ഞു പിള്ളേരിനെല്ലാം. ഹായ്. ഒരാള് മുഖം പൊത്തി. നാണാണോ? മുഖെല്ലാം പൊത്തി. ഹായ്. സൈക്കിളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ എണ്ണം ഓടിക്കളി. യെസ്, യൂട്യൂബർ. യെസ്. ഫോട്ടോ എടുക്കണം. എന്റെ യൂട്യൂബിന്റെ ഇത് കൊടുക്കാണ് പിള്ളേർക്ക്. പക്ഷെ ഉണ്ടല്ലോ, അവർക്കിത് വരുന്നില്ല, അടിച്ചിട്ട് വരുന്നില്ല മക്കളെ. നോട്ട് കമ്മിങ്. അവരെന്നെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ബൈ. നല്ല പിള്ളേര്. ബൈ. കണ്ടോ, ആൺകുട്ടികളെ കാണലും രസം പെൺകുട്ടികളെ കാണാനാണ്. അതാണ് എനിക്ക് തോന്നിയത്. ബൈ.
എന്നെ വിളിക്കുന്നുണ്ട് അവര് വീട്ടിലത്തെ. ഞാൻ ഇങ്ങോട്ട് വന്ന് പിള്ളേരെ കണ്ടതുകൊണ്ട് പറഞ്ഞു. ചെറിയ പിള്ളേരെല്ലാം ഫോണുണ്ട് കേട്ടോ. ലവ് യു എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. ചെറിയ കുട്ടികളുടെ ഫോണുണ്ട്, പക്ഷേ യൂട്യൂബിൽ അവരുടെ എന്തോ അപ്ഡേറ്റ് എന്താ കാണിക്കുന്നത്. അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത് കൊടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് നമ്മളിങ്ങനെ നടന്നു പോവാണ് കേട്ടോ. ഇവിടെ നോക്ക് പിള്ളേർ കളിക്കുന്ന എന്താ അറിയോ, മണ്ണിലൊക്കെയാണ് കളിക്കുന്നത്. ഹായ്, യു മേക്കിംഗ് സംതിങ് വിത്ത് മഡ്. ഇതൊക്കെ ഇവിടുത്തെ പിള്ളേരൊക്കെ എപ്പോഴും മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നോ ലാംഗ്വേജ്. ഹായ്, ഇത് അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിരുന്നു കേട്ടോ. അയ്യോ, എന്റെ ചുണ്ടര് കൊച്ചാണിത്. ചുണ്ടര് ഞാൻ വന്നപ്പോ കണ്ട ഈ കൊച്ചുണ്ടല്ലോ, ഇത് നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിരുന്നു. ഇത് പെങ്കൊച്ചാണ് കേട്ടോ. കണ്ടപ്പോ ആങ്കൊച്ചാന്ന് വിചാരിച്ചത് ഞാന്. ക്യൂട്ട്. മുട്ടായി ഒക്കെ കഴിച്ച് പല്ലൊക്കെ ചീത്തയാക്കിയല്ലേ? മുട്ടായി കഴിച്ച് പല്ല് ചീത്തയാക്കിയല്ലേ? അല്ലേ? ഇങ്ങനെ ഇത് നോക്കി, ഇതെന്താ അവരുണ്ടാക്കുന്നത്? നല്ല ഇതൊക്കെ ഉണ്ടാക്കി തിന്നാനുള്ളതാണോ? നൈസ്. എനിക്ക് ഈ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നു, അതിനെ വിട്ടിട്ട് പോവാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതിന്റെ ചിരിയാണെങ്കിലും അതാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആണ്. ഭയങ്കര രസമാണ്. അതിനടുത്ത് ബൈ പറയാൻ തോന്നുന്നേ ഇല്ല. ടാറ്റാ, ബൈ ബൈ. Oh, bye bye. എന്ത് രസാ പിള്ളേരെല്ലാം. നോക്കി ഇവിടെ ഉണ്ടോ, എല്ലാവരുടെയും മെർസിഡൈസിന്റെ വണ്ടികളാണ് ഫുള്ള് കാണുന്നത്. അതെന്തായിരിക്കും? ഫുൾ പോഷായിട്ടുള്ള വണ്ടികളാണ്. പക്ഷെ വീടുകളൊക്കെ നോക്കി വളരെ നോർമലായിട്ടുള്ള വീടുകളാണുള്ളത്. പക്ഷെ വണ്ടികൾ മാത്രം എല്ലാവിടെയും ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെയൊക്കെ നോക്ക് കണ്ടോ, ഓരോ വണ്ടികൾ ഇങ്ങനെ. ആ കാറൊക്കെ ഉപയോഗിക്കാണ്ട് അവിടെ ഇട്ടേക്കാണ്. അതും മെർസിഡൈസിന്റെ ഏതോ വണ്ടിയൊക്കെയാണ് കണ്ടോ, പഴയതോ. അതിന്റെ ബാക്കിൽ തന്നെ 2 വണ്ടിയുണ്ട്. ഇഷ്ടംപോലെ വണ്ടിയാ. ഓടിപ്പോണ്. ആൺകുട്ടികൾക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഇവളുടെ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ്. അവർക്ക് വീഡിയോ എടുക്കണ്ട. വീഡിയോ നോ ഓക്കെ. അവര് ചായ കുടിക്കാൻ വേണ്ടി എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. പക്ഷെ അവർക്ക് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്. അങ്ങനെ ഏതോ പയ്യനെ കാണാനാ പോകുന്നത്. ഞാനിത് അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരെനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു മധുരമുള്ളൊരു ജ്യൂസും പിന്നെ മുന്തിരിയാണ് തന്നിട്ടുള്ളത്. 2 ടൈപ്പ് മുന്തിരിയാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഇവിടുത്തെ കൊച്ചാണ്. അയ്യോ നോ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. ഇത് വേറെ വീട്ടിലാ വന്നെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാം കൂടെ ട്രാൻസ്ലേറ്റ് സംസാരിക്കാൻ. ഹായ്, ഹൗ ആർ യു? യോ, എന്ത് രസാ ഇവിടുത്തെ ആൾക്കാരെല്ലാരെയും കാണാന്. യുവർ ബേബി? ഓക്കെ. ഹൗ ഓൾഡ് ആർ യു? 20. 1 minute please. 1 2 3 4 5 6 7 8 9 29. ഓക്കെ, യു ലുക്ക് വെരി യങ്. ആൾക്ക് 29 വയസ്സുണ്ട് കേട്ടോ. ഇതിന് 3 മുടി നോക്ക്, നല്ല രസമുണ്ട്. കേളി ഹെയർ, നൈസ്, ബ്യൂട്ടിഫുൾ. വികൃതിയാണ് കുറച്ച്. അതാ. വാട്ട്സ് യുവർ നെയിം? Owa. Okay. Okay. Owa. How are you? How about you? 1 2 3. Age. 1 2 3. ഇവിടെ ഉണ്ടോ കുറച്ചൊക്കെ ആൾക്കാർ ഇംഗ്ലീഷ് പറയുന്നുണ്ട് കേട്ടോ. നൈസ്. നോക്ക്, മുന്തിരി 2 ടൈപ്പൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലായിരുന്നോ മുന്തിരിയാണുള്ളത്. ബൈ ബൈ. Bye bye. Okay, bye bye. Nice to meet you. Thank Yeah. you so much. All the best. Thank you. Okay. പുള്ളിക്കാരി കല്യാണം എന്നോട് സിംഗിളാണോ ചോദിച്ചു. ഞാൻ സിംഗിളാന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, കല്യാണം ഒന്നും കഴിക്കണ്ട, സിംഗിളായിട്ടിരുന്നാൽ മതി. അവർ എന്താന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിക്കണതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഫോട്ടോഗ്രാഫർ ആവണം, വീഡിയോഗ്രാഫർ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടി ക്യാമറയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുക, അതൊക്കെ പഠിക്കണം, എന്നിട്ട് അതിനൊക്കെ പോകണം അങ്ങനെയൊക്കെ പറയുന്നു. ഇവിടെ നോക്കി ഡോഗ്സ്.
നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്ക്, അവര് മീൻ ഇതാക്കുന്ന എന്തോ ഒരു ഫ്ലോറിൽ ഇട്ടിട്ട് അവരിങ്ങനെ പൊരിക്കുന്നത്. വേറെ മസാല ഒന്നും ഇല്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണുള്ളത്. എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. വെറൈറ്റി ആയിട്ടുണ്ട്, കാണാൻ തന്നെ വേറൊരു ലുക്കാണ്. ഞാൻ ഈ പുള്ളിക്കാരുടെ കണ്ണ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറയാത് ഇറ്റ് വിൽ ചേഞ്ച്. ദേഷ്യം വരുമ്പോഴും ഓരോ മൂഡിനനുസരിച്ച് അതെല്ലാം കളറ് മാറും. ചിലപ്പോൾ ഗ്രീൻ ആവും, ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും, ചിലപ്പോൾ ഈവൻ ബ്രൗണും വരാറുണ്ട് എന്നൊക്കെയാ പറയുന്നത്. ഓ സമ്മതിച്ചട്ടോ. നമ്മളെ ബേബി ഉണ്ടല്ലോ, ബേബി അവളുടെ മടിയിൽ കിടന്നുറങ്ങി. ഇത് ആൺകുട്ടിയാണ് കേട്ടോ. 17 വയസ്സിന് അത്രയും ഡിഫറൻസ് ഉള്ള ഒരു അനിയൻ. അതുകൊണ്ട് ഒരു അമ്മയെ പോലെ ഇരിക്കും ആ അനിയന് വലുതാവുന്ന സമയത്ത് കേട്ടോ. ഇവിടെ എല്ലാവരുടെ കണ്ണാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഒരു ടർക്കിലുണ്ടായിരുന്നപ്പോൾ അവരുടെ കണ്ണ് ഒരു യെല്ലോ പോലത്തെ പൂച്ചക്കണ്ണാണ്. ഇവരുടെ ശരിക്കും ബ്ലൂവും ഗ്രീനൊക്കെ ആയിട്ടുള്ളത്. ശരിക്കും ഇപ്പൊ 2 പിള്ളേർ ഇതുവഴി ഓടിയിട്ടുണ്ട്. ഇതുപോലെ ഇതുപോലെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, അവന്റെ കണ്ണ് ശരിക്കും ബ്ലൂ ഐസ് ബ്ലൂ. അവന്റെ ശരിക്കും നല്ല ബ്ലൂ ആയിട്ടുള്ളത്. ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. സാലഡും ആ ഒരു പൊരിച്ച മീനും ഉരുളൻകിഴങ്ങും പിന്നെ ബ്രെഡും ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ കഴിക്കട്ടെ. ഇവിടെ നോക്കി, ഈ ഫിഷ് ഉണ്ടോ, ഗോവൻ സ്റ്റൈല് പോലത്തെ ഫിഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താണ് ഇട്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്, ഒരു കൈൻഡ് ഓഫ്, അതാണ് കൂട്ടി കഴിക്കുന്നത്. പിന്നെ സാലഡും പിന്നെ പൊട്ടാറ്റോ അതൊക്കെയാണുള്ളത്. പൊട്ടാറ്റോ ഒക്കെ നോക്ക്, ഇങ്ങനെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. പൊട്ടാറ്റോനെ കൊടുക്കത്തെ ടേസ്റ്റ് കൊള്ളാം കേട്ടോ. ഫുഡ് കൊള്ളാം. പുള്ളിക്കാരൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് പോവാൻ തന്നെ മനസ്സില്ല കേട്ടോ, എല്ലാവരുമായിട്ട് കമ്പനി ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എന്റെ കൂടെ വരുന്നുണ്ട്. ബേബി ഇവൾക്ക് സ്കൂളുള്ളതുകൊണ്ട് വരുന്നില്ല. ഓക്കെ, ബൈ ബൈ ബൈ, സീ യു. ഓക്കെ ബൈ. അപ്പൊ ആള് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞാന് പോവാണ്. ആളുടെ അമ്മ, ഇവരുടെ സിസ്റ്റർ ബ്രദർ ആണല്ലോ, അങ്ങോട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇരിക്കാനുള്ള വൻ സെറ്റപ്പ് ഒക്കെയാണ്. ചെയറ് കിട്ടിട്ടുണ്ട്. ചെയറല്ല, എന്തേലും പറയാ, ടേബിളൊക്കെ ടേബിളെല്ലാം ഇട്ടിട്ട്. ബേബി ഉണ്ട് കേട്ടോ. എന്താ അടയാത്ത? ഓക്കെ ബൈ. അടച്ചിട്ടുണ്ട്. ബേബി വരുന്നുണ്ട്. യു സ്റ്റേ ഹിയർ? You come back? Yeah. Okay. Now you go to see your mom? Yeah. Okay. കൊച്ചിനെല്ലാം തണുപ്പല്ലേ, അതുകൊണ്ട് പൊതിച്ച് വീടി കൊണ്ടുവന്ന്. സത്യം പറഞ്ഞാൽ ആ കൊച്ചിനെ ഉമ്മ ഞാൻ കൊന്ന്. ഒരിക്കലും ഞാൻ സത്യം പറഞ്ഞ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ ഫുൾ അതിനെ ഉമ്മ വെച്ച് അതിന്റെ കൂടെ കളിച്ച് 6 മാസമായ ദിവസല്ലേ. എന്റെ തൊപ്പിനെ മറന്നു വെച്ചത് എല്ലാം ഓരോന്ന്. താങ്ക് യു. സോറി എപ്പോഴും ഇങ്ങനെ ഓരോന്ന് മറന്നു വെക്കലാലേ പണി. ഞാൻ ഭയങ്കര ഇതാണ്, കെയർലെസ് ആണ്. ഫോൺ ഇന്നലെ കണ്ടില്ല അതുപോലെ. അപ്പൊ കൊച്ചിനായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കാറ്, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഇരുന്ന്. അതായത് ആ കൊച്ചിന്റെ മാത്രം, അല്ലാണ്ട് യൂട്യൂബിനായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഭയങ്കര അവരിപ്പോ എന്റെ ഫാമിലി പോലെയാണ്. പുള്ളിക്കാർക്ക് സ്കൂളുള്ളതുകൊണ്ടാ വരാത്തത്. എനിക്ക് തന്നെ വിഷമമായിട്ട് ആളുടെ അടുത്ത് പോകാൻ തോന്നുന്നുണ്ടായില്ല. പുള്ളിക്കാരുടെ കണ്ണ് ഭയങ്കര രസം. ഞാൻ അങ്ങനെ നോക്കിയിരിക്കും, നീല ഗ്രീന് അങ്ങനെ. നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ് കേട്ടോ. ബേബി എല്ലാം ഉറങ്ങിയിട്ടുണ്ട്. അവര് രണ്ടുപേരും എൻ്റെ അടുത്ത് എന്താ ട്രാൻസ്ലേറ്റിൽ ഇപ്പൊ പറഞ്ഞെന്നറിയോ, എനിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്ക്, ഒരു മടിയും കാണരുത്, അമ്മേനെയും അച്ഛനെയും പോലെ കണ്ടിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളാം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെട്ട്, അതും എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയുന്നില്ല, പറയാൻ വേർഡ്സ് ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം ജസ്റ്റ് 5 മിനിറ്റ് കണ്ട എന്നെ പരിചയത്തിൽ അവരെന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിലൊരാളായിട്ട് എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ സീരിയസ്ലി അത് എൻ്റെ ഹാർട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര സംഭവം തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ട് അവർക്ക്. ഞാൻ കയ്യിൽ പിടിച്ചേക്കാണ്. കൊച്ചിനെ എല്ലാം കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇവരെ ബ്രെഡ് നോക്ക്, ബ്രെഡ് കണ്ടോ, ഇങ്ങനെ ഓരോ ഇതിൽ ട്രെയിലുണ്ടാവും. നമ്മൾ തന്നെ കവർ എടുത്തിട്ട് കൈ ഇങ്ങനെ എടുക്കും. നമുക്ക് ഇത്രയും വലുത്. ഇവരെ മുടി കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് മുടി കാണുന്നത്. നേരത്തെ കെട്ടിയിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ നല്ല തിക്ക് ഹെയർ, നല്ല നീളമുള്ള, നല്ല രസമുണ്ട് കാണാൻ. അവർക്ക് എൻ്റെ പല്ല് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കണ്ടോ. ഞാനാണിത് ഇത്രയും പിടിച്ചേക്കുന്നത്, അവരും പിടിച്ചേക്കുന്നത്. വീട്ടിലൊരാളെ പോലെ എല്ലാവരും ഷെയർ ചെയ്ത് മേടിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് എനിക്ക് വയ്യ. അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടേ.
ഞാൻ നേരെ കേറട്ടെ. ഷൂ ഇടണം. ഷൂ ഷൂ ഷൂ. ഓക്കെ. ഹായ് മാമ. ബാഗ്. ആണ് ഒരു വീട്. മാമ. മാമ. ഇതാട്ടോ വീട്. നല്ല വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. ഞാൻ രാവിലെ കാണിച്ചു തരാം. രാത്രി അങ്ങോട്ടൊന്നും കാണൂല. നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. നല്ല തണുപ്പും. ഓ നോ. ടേക്ക് കെയർ. ഓ വാവ് വാവ് ബ്യൂട്ടിഫുൾ. എൻ്റെ മോനെ നമ്മൾ നല്ല ഹൈറ്റിലാ. ആ ബത്തൂമി ആ സ്ഥലം ഫുള്ള് കാണാം. അവിടുത്തെ ആ ബ്ലാക്ക് സീയും കാണാൻ പറ്റും. ഓ രാവിലെ അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട് ഈ വ്യൂ. ഇവിടെ നോക്ക്, എന്തോ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. കേക്ക് പോലെ ഇരിക്കുന്നുണ്ട് കണ്ടാ. ഓരോ ഇത് ഗ്രേപ്പ് ജ്യൂസ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന അപ്പം. എന്തോ ഒരു അപ്പം ഇതാ എടുത്തിട്ട് എനിക്ക് തരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ അടിപൊളി. കാണാൻ നല്ല രസമുണ്ട്. ഓ കേക്കല്ല, ജ്യൂസായിട്ട് തന്നെ ഉള്ളത്. ഓക്കെ ഓക്കെ എടുത്തോളാം പറഞ്ഞു. ടേസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം എടുത്താ പോരേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗുഡ്. ഓക്കെ എന്നാ പിന്നെ എടുക്കാം. ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. കഴിച്ചോട്ടെ. താങ്ക് യു. കഴിച്ചോട്ടെ കേട്ടോ. ഇതുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്താ പറഞ്ഞുതരാ. എന്തോ ഫെർമെന്റ് ചെയ്ത് കൊള്ളാം എന്തായാലും. നോ കോഫി നോ. ഓക്കെ ബൈ. താങ്ക് യു. പുള്ളിക്കാരി കൊച്ചിനെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്നെ ഇവിടെ ആക്കാൻ വേണ്ടി വന്നതാണ്. തിരിച്ച് ആള് കൊണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ആൾക്ക് എന്തോ ചെറിയ ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. എന്നെ ഇവിടെ സേഫ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. മമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോകുന്നത്. മമ്മ അടിപൊളിയാണ്, നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മമ്മേൻ്റെ അടുത്ത് സംസാരിക്കുന്നതെല്ലാം ട്രാൻസ്ലേറ്റിലായിട്ട് ആയിരിക്കും. അവരുടെ അടുത്താണെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കുന്നത്. ഇവരെ കാണാൻ ആ പുള്ളിക്കാരിൻ്റെ അതേ ഫേസ് കട്ട് ഉണ്ട്. ഓക്കെ ഇംഗ്ലീഷ് നോ. Me, Georgia, no. Turkish, no. Turkish, yes. No, me, no. Me, no. അവര് ടർക്കിഷ് സംസാരിക്കും, ഞാൻ സംസാരിക്കൂല. ഇംഗ്ലീഷ് അവര് സംസാരിക്കൂല, അതാ പറയുന്നത്. ഇവിടെ 3-4 റൂമുണ്ട്. ഏത് റൂം ആണെങ്കിലും എൻ്റെ അടുത്ത് ചൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ റൂമാണ് ചൂസ് ചെയ്തത്. ഈ റൂം ചൂസ് ചെയ്തതിൻ്റെ കാരണം എന്തേ, ഇവിടുന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എനിക്ക് രാവിലെ രാത്രി ഒക്കെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഈ റൂമിൽ മാത്രമേ കുറച്ച് റേഞ്ച് ഉള്ളൂ. ഞാൻ പറ്റിക്കപ്പെട്ടതാണ്. കാരണം സിൽക്ക് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാക്ടി എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്കാണ് നല്ലത്. അത് ഞാൻ അവിടെ ചോദിച്ചതായിരുന്നു, പക്ഷെ അവിടെ ഇല്ല പറഞ്ഞിട്ട് ഇവരോട് ചോദിച്ചപ്പോൾ ഇത് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. അത്രയും 1500 രൂപ കൊടുത്ത് എടുത്തിട്ട് ഇപ്പം നെറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ഈ റൂമിൽ തന്നെ 1 കട്ട 2 കട്ട മാക്സിമം വരുള്ളൂ. അത് 3G 4G അങ്ങനെ. സോ ഞാനിനി ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.